അങ്ങനെ എന്റെ സുഹൃത്തുക്കളെ അനുമോളുടെ PR-നെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി ആരും സംശയിക്കേണ്ട, അനുമോളുടെ PR ബിഗ് ബോസ് വീട്ടിൽ തന്നെയുണ്ട്. അത് മറ്റാരുമല്ല, നെവിനാണ്. ഇത്രയും നാളും അനുമോൾ അവിടെ നിൽക്കുന്ന സമയത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിന്നു. ഈ സമയത്ത് ലാസ്റ്റ് സമയത്ത് അനുമോൾക്ക് അവിടെ ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അനുമോളുടെ PR അവിടെ കഠിനമായി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ നെവിന്റെ കഠിനമായ പരിശ്രമമാണ് നമുക്കിപ്പോൾ ലൈവില് കാണാനായിട്ട് സാധിച്ചത്. അവിടെ ഉറങ്ങാതെ കിടക്കുന്ന അനുമോളുടെ മുഖത്തേക്ക് വെള്ളം തെളിക്കാനും വെള്ളം തെളിച്ചത് കണ്ട് സന്തോഷിച്ച് കൈയടിക്കാൻ ആര്യനും ഈ ചെയ്ത ചെറ്റത്തരത്തിനെ അവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് അക്ബറും. നല്ല രസമുള്ള സീനായിരുന്നു കേട്ടോ മൊത്തത്തില്. അല്ല, നമ്മുടെ അനുമോളും പുള്ളി മോശമൊന്നല്ല, അത്യാവശ്യം നാവിട്ട് അടിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം നെവിന്റെ ദേഹത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ ആരാണ് തെറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നെവിനാണ് എന്നുള്ളത്. അനുമോള് ഞാൻ പൂർണ്ണമായി ശരിയെന്ന് പറയുകയല്ല, പക്ഷേ തെറ്റ് ചെയ്യാൻ ആരംഭിച്ചതും തെറ്റ് ചെയ്തതും നെവിൻ തന്നെയാണ് ഈ ഒരു വിഷയത്തില്. അപ്പോ പ്രമോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പ്രമോയിലുള്ളതുപോലെ തന്നെ അനുമോൾ അവിടെ വന്ന് കിടക്കാണ്. അനുമോൾ കിടക്കുന്നത് അനുമോൾക്ക് പീരീഡ്സ് ആണ്. ആ സമയത്ത് തീരെ വയ്യ, ആ ടാസ്ക് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് എല്ലാവരും കിടക്കുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ഷാനവാസ് കിടക്കുന്നുണ്ട്, സാബുമാൻ കിടക്കുന്നുണ്ട്, അനുമോൾ കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഷാനവാസ് കിടക്കുന്നതോ സാബു കിടക്കുന്നതോ ഒന്നും നമ്മുടെ നെവിനെ പ്രശ്നമല്ല. അവിടെ അനുമോള് കിടക്കുന്നത് മാത്രമാണ് നമ്മുടെ നെവിനെ പ്രശ്നമുള്ളൂ. നീ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ഞാൻ സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ സമാധാനം ഇരിക്കാൻ സമ്മതിക്കില്ല, നിന്നെ ഞാൻ കിടക്കാൻ സമ്മതിക്കില്ല, നീ എഴുന്നേറ്റേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ വന്ന് ചൊറിഞ്ഞുകൊണ്ട് നിൽക്കാണ് നെവിൻ. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, ഞാൻ എന്റെ വീട്ടിലാണ് കിടക്കുന്നത്, നിനക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് അനുമോൾ അവിടെ കിടക്കാണ്. ഒരാൾക്ക് ശാരീരികമായി വയ്യ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു മാന്യമായ കാര്യമാണ്. അനുമോൾ അവിടെ ഉറങ്ങുന്നില്ല. ഉറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ അനുമോളെ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നതാണെങ്കിൽ അവിടെ മാന്യതയുണ്ട്. ഇത് നെവിൻ അവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കാണ്. അനുമോൾ അവിടെ ഉറങ്ങാതെ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര്യന്റെ അടുത്ത് ഒരു കപ്പില് വെള്ളം എടുത്തു കൊണ്ടുവരാൻ പറയുന്നു. എന്നിട്ട് അനുമോളുടെ മുഖത്തേക്ക് തെളിക്കുന്നു. മുഖത്തേക്ക് അനുമോള് തെളിച്ച സമയത്ത് അനുമോള് എന്തിനാ എന്റെ മുഖത്തേക്ക് വെള്ളം തെളിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റുക്കുന്നു. ആ കപ്പിലെ വെള്ളം അവിടെ ഇവന്റെ മേത്തേക്ക് ഒഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നെവിന്റെ മേത്തേക്ക്. പക്ഷേ അത് സാധിക്കുന്നില്ല. അത് അനുമോളുടെ ദേഹത്തേക്ക് തന്നെയാണ് നെവിൻ ആ വെള്ളം ഒഴിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ അനുമോൾക്ക് ദേഷ്യം വന്നു. ഒരാളെ കെടുക്കാനും സമ്മതിക്കുന്നില്ല, ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിക്കുന്നു, മുഖത്ത് വെള്ളം തെളിക്കുന്നു. അവിടെ നിന്നെ ഞാൻ സമാധാനമായിട്ട് കെടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട്, അവിടെ ഷാനവാസക്കൊക്കെ കെടുക്കുന്നുണ്ട്, ഷാനവാസ്കനെ പോയി വിളിക്കുക എന്ന് പറയുമ്പോൾ ഇല്ല, നിന്നെ ഞാൻ കെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നെവിൻ അവിടെ അനുമോളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ അനുമോള് മാത്രമാണ് നെവിന്റെ ലക്ഷ്യം. അപ്പോ അതിനുശേഷം അനുമോൾക്ക് ദേഷ്യം വന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ദേഹത്തേക്ക് ഒരാൾ വെള്ളം ഒഴിക്കുകയും ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോയില്ലേ, ഞാനാണെങ്കിലും പ്രതികരിച്ചു പോകും. ആ പ്രതികരണമാണ് അനുമോളുടെ അവിടെ കണ്ടത്. അനുമോൾക്ക് വെള്ളം ഒഴിക്കാൻ പറ്റാണ്ടായപ്പോൾ ദേഷ്യം വന്നപ്പോൾ അനുമോളുടെ കുപ്പിയിലുള്ള വെള്ളം എടുത്ത് നെവിന്റെ ദേഹത്തേക്ക് 2 തവണ എടുത്ത് ഒഴിച്ചു. മുഴുവനായിട്ട് ഇങ്ങനെ കമിഴ്ത്തല്ല, 2 തവണ ഇങ്ങനെ എടുത്ത് ഒഴിച്ചു. നെവിന്റെ ദേഹത്തേക്ക് വെള്ളമായി, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അനുമോള് ഒഴിച്ചതാണ്. അപ്പൊ പിന്നെ നെവിനെ സഹിക്കാൻ പറ്റുന്നില്ല. നെവിൻ ഒരു പാത്രം വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് ഒഴിക്കാനായിട്ട് നിൽക്കുമ്പോൾ അനുമോള് പറഞ്ഞു, നീ ഒഴിച്ചോ, മൈക്കുണ്ടെന്ന് ആലോചിച്ചിട്ട് നീ ഒഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അനുമോളുടെ ദേഹത്തേക്ക് ഒഴിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ സമയത്താണ് അനുമോളുടെ ബെഡിലോട്ട് ആ വെള്ളം മുഴുവൻ നെവിൻ അവിടെ ഒഴിക്കുന്നത്. അതിനുശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറഞ്ഞ് സംസാരം നടക്കുന്നുണ്ട്. അനുമോള് നല്ലത് വർത്താനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ നെവിൻ ചെയ്ത ചെറ്റത്തരം ഇവിടെ ന്യായീകരിക്കാൻ ഒട്ടും കഴിയില്ല. പിന്നെ അനുമോള് കുറേ സംസാരിച്ചു, അനുമോള് മോശം വാക്ക് പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പലരും പലതും വിളിച്ചു പറയും. അക്കൂട്ടത്തിൽ ഇത് പെടുത്താൻ പറ്റുള്ളൂ. കാരണം ഇവിടെ നെവിനും അതുപോലെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് വളരെയധികം മോശമായിട്ട്. അപ്പൊ പിന്നെ അനുമോള് മാത്രമാണ് മോശമായിട്ട് സംസാരിച്ചെന്ന് പറയാൻ പറ്റില്ല. നെവിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ച സമയത്ത് ആര്യൻ അയ്യടാന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊട്ടിച്ചിരിക്കുന്ന ആര്യൻ നമുക്കവിടെ കാണാൻ സാധിച്ചു. അതിനുശേഷം അക്ബർ വന്നിട്ട് ന്യായീകരിക്കാണ്. മുഖത്ത് വെള്ളം തെളിച്ചല്ലോ, ഉറങ്ങിക്കിടക്കുന്ന ആളുടെ ദേഹത്തേക്ക് മുഖത്തേക്ക് വെള്ളം തെളിച്ചുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ആദിലും ചെയ്യാറുണ്ട്, മുഖത്തേക്ക് വെള്ളം ഒഴിക്കാറുണ്ട്, അപ്പൊ ആദിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഇവിടെ നെവിൻ ഒഴിച്ചാലേ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നെവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്ന അക്ബർ വളരെ മോശം, വളരെ മോശം, വളരെ മോശം. അവിടെ അനീഷും ഷാനവാസും ഒക്കെ ഇതിനെതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെഡിൽ വെള്ളമൊഴിച്ചത് വളരെ മോശമാണ് നെവിനെ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷും ഷാനവാസും ഒക്കെ സംസാരിക്കുകയാണ്. ഷാനവാസ് പറയുന്നുണ്ട്, ഉറങ്ങിക്കിടക്കുന്ന ആളുടെ മുഖത്തേക്കാണ് നീ വെള്ളമൊഴിച്ചതെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ, ഇത് ഉറങ്ങാതെ നിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് കിടക്കുന്ന ഒരാളുടെ ദേഹത്തേക്കാണ് നീ വെള്ളം തെളിച്ചത്, അതൊരിക്കലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല എന്ന് ഷാനവാസ് അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അക്ബർ അവിടെ കിടന്ന് വലിയ ഡയലോഗ് ഇടുന്നത്. ഇപ്പൊ വെള്ളം തെളിച്ചല്ലോ, അതിനെന്തിനാണ് ഇവള് ദേഹത്തേക്ക് വെള്ളമൊഴിച്ചത്, നെവിന്റെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെവിനെ ന്യായീകരിക്കുന്ന അക്ബർ. ഇതാണ്
എപ്പിസോഡിൽ ഇനി ഇതിൽ എന്തൊക്കെ വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ലൈവിൽ നടന്ന സംഭവങ്ങൾ ഇതാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാക്ക് തർക്കങ്ങളും സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തിന് ആര്യന്റെയും ജിസലിന്റെയും പൊതപ്പ് വിഷയം വരെ അവിടെ നെവിൻ എടുത്തിടുന്നുണ്ട്. വീണ്ടും അക്കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അവിടെ സംസാരം നടക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ ലൈവിൽ നടന്ന സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് ഒരുപാട് സംഭവ വികാസങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ട്. അത് ചിലത് കൂടി പറയാം. അതിലെ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് ആര്യനും അക്ബറും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ ടോപ്പിക്കുകൾ മറക്കാതിരിക്കാൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചതാ. നമ്മുടെ അക്ബറും ആര്യനും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് അനുമോള് മൈക്ക് ഊരി വെച്ചിട്ട് ആര്യന്റെ അടുത്ത് നിന്ന് പറഞ്ഞു അക്ബറിനെ വിജയിയാക്കാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നുണ്ട്, അക്ബറിനെ ആരോ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഇവിടെ ആരൊക്കെയോ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ അടുത്ത് പെരുമാറുന്ന പോലെയല്ല അക്ബറിന്റെ അടുത്ത് പെരുമാറുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ അക്ബറിന് ചെയ്ത ഒരു തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്നില്ല, ചോദിക്കുന്നില്ല. എന്നാൽ ഞാൻ ഒരു ചെറിയ കാര്യം പോലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് അത് ചോദ്യം ചെയ്ത് വലിയ പ്രശ്നമാക്കുന്നുണ്ട്. പക്ഷേ അക്ബറിന്റെ അടുത്ത് അങ്ങനെയല്ല. നമ്മളിവിടെ പുറത്ത് പറയുന്ന കാര്യം തന്നെയാണ് അനുമോൾ അതവിടെ പറഞ്ഞോളൂ. അനുമോൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് തെറ്റ് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രേക്ഷകർക്ക് തോന്നുന്ന അതേ കാര്യം അനുമോൾക്കും തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അതിലും വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ അക്ബർ ചെയ്യുന്നുണ്ട്, നെവിൻ ചെയ്യുന്നുണ്ട്, ആരും ചെയ്യുന്നുണ്ട്. ഇതൊന്നും തന്നെ ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ അനുമോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് അത് ചോദ്യം ചെയ്ത് ഭയങ്കരമായിട്ട് അനുമോളെ വഴക്ക് പറയുന്ന ഒരു കാര്യം അത് അനുമോൾക്ക് ഫീൽ ചെയ്തത് അനുമോൾ അവിടെ പറഞ്ഞു. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അവൾ അങ്ങനെ പറഞ്ഞൂലേ, അവൾക്കറിയാം എൻ്റെ സാറ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവൾക്കറിയാം, അവൾ അതാണ് ഉദ്ദേശിച്ചത് എന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പൊ സാർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പുറത്ത് പ്രേക്ഷകർ പറയുന്ന കാര്യം തന്നെയാണ് അക്ബറിനെ സപ്പോർട്ടായിട്ട് അവിടെ ഒരാളുണ്ട് എന്നുള്ളത്. അപ്പൊ അക്ബറിന് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണല്ലോ അക്ബർ എന്ന് ആര്യന്റെ അടുത്ത് പറഞ്ഞത് സാർ ഇവിടെ ഉള്ളത് അവൾക്കറിയാം, അതാണ് അവൾ അങ്ങനെ പറഞ്ഞത്, അവൾക്ക് അറിയണ്ടാവും എന്ന് അക്ബറോട് പറയാനുള്ള റീസൺ അത് തന്നെയാണല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു എന്തായാലും അക്ബറിനെ ഫേവർ ചെയ്തുകൊണ്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഫിനാലെ വരുന്ന സമയത്ത് വോട്ടിങ്ങിലൂടെ അല്ലാതെ ഒരാളെയും അവർക്ക് വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോ കള്ളോട്ടും അതും ഇതൊക്കെ ചെയ്തിട്ട് ഒരാളെ വിജയിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിലവിൽ ഇതുവരെയുള്ള സീസൺ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പൊ ജിൻഡോ വിജയിച്ചതടക്കം വെച്ച് നോക്കുന്ന സമയത്ത് വോട്ടിങ്ങിലൂടെ മാത്രമാണ് ഒരാളെ അവരെ വിജയിയായി പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ ഒരു കള്ളത്തരം അവർക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ അവർ ചിലപ്പോൾ എന്തെങ്കിലും കള്ളത്തരൊക്കെ ചെയ്ത് വിജയിയെ മാറ്റാൻ ശ്രമിച്ചേനെ. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ വോട്ടിങ്ങിലൂടെ തന്നെയായിരിക്കും അവർക്ക് വിജയം നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ. അവിടെ ഒരു കള്ളത്തരം ഉണ്ടാവില്ല, പക്ഷേ അവർക്കവിടെ ഫേവറിസം കാണിക്കാം. ഇപ്പൊ അക്ബറിന്റെ അടുത്തും ആര്യന്റെ അടുത്തും നെവിന്റെ അടുത്തും ഒക്കെ ഫേവറിസം കാണിക്കുന്നുണ്ടെന്ന് അനുമോളോടെ ചൂണ്ടിക്കാണിക്കുന്നത് പ്രേക്ഷകർ പറയുന്ന കാര്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ലല്ലോ. ഇന്നിപ്പോ അനുമോള് പറഞ്ഞത് അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. അത് ആര്യന്റെ അടുത്ത് മൈക്ക് ഉരി വെച്ചിട്ട് പറഞ്ഞു എന്നാണ് ആര്യ പറയുന്നത്. അക്ബർ അത് ചോദിക്കുന്ന സമയത്താണ് ആര്യൻ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്താണ് അനുമോള് മൈക്ക് ഉരി വെച്ച് നിന്റെ അടുത്ത് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അക്ബറിന് നല്ല ടെൻഷനോടുകൂടി അക്ബർ ആ മറുപടി പറയുന്നതും നമ്മൾ കേൾക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ടാസ്കിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാസ്ക് തൂക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നൂറയാണെന്ന്. അവിടെ ആര്യനാണ് 1ാം സ്ഥാനം, 2ാം സ്ഥാനമാണ് നൂറയ്ക്ക് വന്നത് എന്നുണ്ടെങ്കിൽ പോലും ആ വെയിറ്റ് ഇങ്ങനെ താങ്ങി നിൽക്കുക എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൺപിള്ളേരെ പ്രത്യേകിച്ച് ആര്യനെ പോലെയൊക്കെ ഇത്രയും എക്സസൈസും ഇത്രയും സ്പോർട്സ്മാൻ സ്പിരിറ്റും സ്പോർട്സും ആര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് ആര്യനെ പോലെയുള്ള ഒരാൾക്ക് അത് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമാണ്. നൂറെ പോലെ ഒരാൾക്ക് അത് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്? ഒരിക്കലും അല്ല. അത് അത്രയും വെയിറ്റ് താങ്ങിയ കൈക്ക് അത്രയും ഇതോടുകൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ ആര്യനാണ് ഈ കൂട്ടത്തിൽ വിജയിച്ചത് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറയും ആ ടാസ്ക് വിജയിച്ചത് നൂറയാണ് എന്നുള്ളത്. കാരണം ആര്യന്റെ കൈ മടങ്ങിയാണ് നിന്നിരുന്നത്. നൂറയ്ക്ക് അത്രയും പവർ കൊടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു നിന്നാൽ മാത്രമേ നൂറയ്ക്ക് അത് പിടിച്ചു നിൽക്കാൻ സാധിക്കായിരുന്നുള്ളൂ. അത് മാത്രമല്ല അവിടെ രണ്ടുപേരുടെയും ആ കൈ വിട്ട സമയത്ത് വന്ന് വീണ ബോളുകളും ആ പൊടി മാവൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ആര്യന്റെ ഇതിൽ വെയിറ്റ് കുറവായിരുന്നു, എന്നാൽ നൂറയുടെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നൂറ അവിടെ പിടിച്ചു നിന്നത്. അവിടെ ആര്യന്റെ കൈ മടങ്ങുന്നതും ആര്യൻ കൈമുട്ടിൽ ഇങ്ങനെ കൈ താങ്ങി നിൽക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കായിരുന്നു. അവിടെ ആര്യന്റെ പ്രത്യേകം റൂളുകളും ആര്യൻ എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ട് ആര്യൻ അവിടെ അങ്ങനെയാണ് വിജയിച്ചത് എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ അഭിപ്രായത്തിൽ നോക്കുന്ന സമയത്ത് അതിലെ ആ ടാസ്കുകളിൽ വിജയിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് നൂറ തന്നെയാണ്. ഇപ്പൊ ഇതുവരെയുള്ള ടാസ്കുകൾ വിജയിച്ച് നോക്കുമ്പോൾ അതിൽ വിജയിച്ചതും പോയിന്റ് കൂടുതൽ നിൽക്കുന്നത് അവിടെ നൂറയ്ക്ക് തന്നെയാണ്. അപ്പൊ ടാസ്കുകൾ വിജയിക്കാൻ അല്ലെങ്കിൽ ടാസ്കുകൾ കളിക്കാൻ അവിടെ മികച്ചത് എന്ന് പറയുന്നത് നൂറയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആര്യന് ഒരു പിടി കടത്തി വെട്ടാനുള്ള കഴിവ് നൂറയ്ക്കുണ്ടെന്ന് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നി.
പിന്നെ ഇത് മാത്രമല്ല, ഈ ടാസ്കുകൾ നടക്കുന്ന സമയത്ത് ഇതിങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് പുറത്തായ ആൾക്കാർക്ക് ഈ റബ്ബർ ബോളുകൾ ഉണ്ടല്ലോ, അത് ആ പിടിച്ചു നിൽക്കുന്നവരെ അവർ വിടിയിക്കാൻ വേണ്ടിയിട്ട്, അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോളുകൾ എറിയാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഈ ടാസ്ക് പുറത്തായത് നമ്മുടെ ഷാനവാസാണ്. ഷാനവാസിന് അത് പറ്റില്ല ചെയ്യാനായിട്ട്. അപ്പൊ ഷാനവാസ് പുറത്തിറങ്ങിയതിനു ശേഷം നെവിനെയും അക്ബറിനെയും ആര്യനെയും ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ ഷാനവാസ് ബോളുകൾ എറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നെവിൻ പുറത്തിറങ്ങിയതിനു ശേഷം നെവിനെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ ബോളുകൾ എറിയുന്നുണ്ട്. അത് അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് മാത്രമാണ് അവിടെ നെവിൻ ബോളുകൾ എറിയുന്നുണ്ടായിരുന്നത്. അനുമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നെവിൻ അവിടെ ഇറിറ്റേറ്റ് ചെയ്ത് വളരെയധികം മോശമായിട്ടാണ് നെവിൻ അവിടെ പെരുമാറുന്നത്. അവിടെ ഗെയിമാണ്, നമുക്ക് ആരെയും വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം, പക്ഷെ ഒരാൾക്കെതിരെ മാത്രം ഗെയിം കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരില്ലേ? അത് ബോളിങ്ങിന് അനുമോളെ ശല്യം ചെയ്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ആ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ലൈനിന് അപ്പുറത്തേക്ക് വന്ന് ബോൾ എറിയരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടും അനുമോളുടെ അടുത്ത് വരെ വന്ന് ബോൾ എറിയുന്നു. അവസാനം ബിഗ് ബോസ് നെവിനെ വാണിംഗ് കൊടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് തോന്നുന്നത് നെവിൻ എന്തോ വല്ലാത്തൊരു പകയാണ് അനുമോളുടെ അടുത്ത് കാണിക്കുന്നത് എന്നാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇപ്പൊ മൊത്തത്തിൽ നെവിൻ അവിടെ അനുമോളുടെ അടുത്ത് പെരുമാറുന്ന രീതി വെച്ച് നോക്കുന്ന സമയത്ത് അനുമോളുടെ അടുത്ത് കാര്യമായിട്ടുള്ള എന്തോ പക നെവിന് ഉള്ളതായിട്ട് തോന്നും. ഇനി എന്തുദ്ദേശമാണ് നെവിൻ അവിടെ കളിക്കുന്നത് എന്ന് അറിയില്ല. ഈ ആഴ്ച പുറത്തു പോയാലും നിന്നെ സമാധാനമായിട്ട് ഈ വീട്ടിൽ ഇരിക്കാനോ കിടക്കാനോ സമ്മതിക്കില്ല എന്ന് നെവിൻ പറയുന്നുണ്ട്. ഇന്നിപ്പോ ആ ബെഡിൽ വെള്ളമൊഴിച്ച സമയത്ത് ഇനിയും ഞാൻ ബെഡിൽ വെള്ളമൊഴിക്കുന്നതാണ് നെവിൻ അവിടെ പറയുന്നത്. ഈ ബെഡിൽ നിന്നെ ഇനി ഞാൻ പോകുന്നവരെ ഉറക്കില്ല, നീ ഇവിടെ കെടുക്കണ്ട, നിനക്ക് സമാധാനമായിട്ട് ഞാൻ ഇവിടെ കിടക്കാൻ സമ്മതിക്കില്ല, എന്തൊക്കെ വന്നാലും ശരി, വീണ്ടും വീണ്ടും ഞാൻ ഈ ബെഡിൽ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നെവിൻ അവിടെ പറയുന്നത്. ഇത് കേട്ടിട്ട് അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അവന്റെ കൂട്ടുകാരും വളരെ മോശമല്ലേ? അപ്പൊ ഈ നെവിൻ എന്തിനാണ് ഇങ്ങനെ അനുമോളുടെ അടുത്ത് ഇത്രയും കലിപ്പ് കാണിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു നെവിൻ ഈ കാണിക്കും തോറും അനുമോൾക്കുള്ള സപ്പോർട്ട് പുറത്ത് കൂടി കൂടി വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നെവിന്റെ അടുത്തുള്ള വെറുപ്പ് അനുമോളുടെ അടുത്തുള്ള ഇഷ്ടമായി മാറും. അനുമോളോട് അവിടെ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് അനുമോൾക്ക് അത് വോട്ടായിട്ട് മാറും. അതിനു വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു നെവിൻ ഈ കളി മുഴുവൻ കളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെവിനാണ് ഇപ്പൊ അനുമോളുടെ PR എന്ന്. അതും ബിഗ് ബോസ് വീട്ടിനകത്തെ PR ഇപ്പൊ നെവിനാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. പിന്നെ അത് മാത്രമല്ല, രാവിലെ തന്നെ ഷാനവാസും നെവിനും തമ്മിൽ പൊരിഞ്ഞടി നടന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട്. അത് നിങ്ങൾക്കറിയാം, ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണം ഇതുവരെ ക്യാപ്റ്റന്മാരും, കിച്ചൺ ക്യാപ്റ്റനും കിച്ചണിൽ നിൽക്കുന്ന ഒരു 3 എണ്ണാണല്ലോ ക്യാപ്റ്റൻ, ഈ 3 പേരും നിലവില് മര്യാദയ്ക്ക് ഭക്ഷണം ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇന്നലെ ആകെ 2 നേരമാണ് ഫുഡ് കൊടുത്തത്. ഇന്നാണെങ്കിലും വെറുതെ പേരിന് എന്തെങ്കിലും വെച്ചു കൊടുക്കാൻ നിന്നപ്പോൾ ഷാനവാസ് അവിടെ പറഞ്ഞു, ഇഷ്ടപ്രകാരം സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ പണിയെടുക്കാത്തത്? അപ്പോൾ അക്ബറും ആര്യനൊക്കെ വെറുതെ ബീൻ ബാഗിൽ വന്നിരിക്കുകയാണ്, നെവിൻ മാത്രം കിച്ചണിൽ പണിയെടുക്കുക. അതെന്താന്ന് മനസ്സിലാവുന്നില്ല. അക്ബറിനെ കൊണ്ട് നെവിൻ പണിയെടുപ്പിക്കില്ല. ഇനി അക്ബർ എന്തെങ്കിലും നെവിന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നെവിൻ അവിടെ നിന്ന് പണിയെടുക്കുന്നു, അക്ബർ ബീൻ ബാഗിൽ ഇങ്ങനെ സുഖിച്ചിരിക്കുന്നു. അപ്പൊ അനീഷൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, അക്ബറെ നിങ്ങളും കൂടി പോയി ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ പണികൾ വേഗം നടക്കില്ല. അതിന് അവൻ വരണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഇത്രേ. അവൻ വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാണ്ട് ഇവിടെ ഇരുന്നിട്ട് അവനെ കൊണ്ട് പണിയെടുപ്പിച്ച് ബാക്കിയുള്ളവർക്ക് തിന്നാൻ കൊടുക്കലാണ് ഇവരെ പണി എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ പേരിൽ അവിടെ ഭയങ്കരമായ വഴക്ക് നടക്കുന്നുണ്ട്. ഷാനവാസും നെവിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മോശപ്പെട്ട ഒരുപാട് വാക്കുകൾ വിളിക്കുന്നുണ്ട്. ചെറ്റത്തരം കാണിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസും മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് നെവിനും. അപ്പൊ നെവിൻ പറയുന്ന വർത്താനുണ്ട്, വേണമെങ്കിൽ തിന്നിട്ട് പോടാന്ന്. നെവിൻ പറഞ്ഞതാണ്, എനിക്ക് സൗകര്യമില്ല വെച്ചുണ്ടാക്കാനായിട്ട്, വേണമെങ്കിൽ തിന്നാ മതി എന്ന്. എന്ത് വർത്തമാനാണ് ഈ നെവിൻ പറയുന്നത്? ഇത്രയും കാലം ഇത്ര അധികം മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് മുഴുവൻ വെച്ചുണ്ടാക്കിയിട്ടുണ്ട് അനുമോള്. ആ സമയത്ത് അത് മൂക്കുമുട്ട തിന്നിട്ട് ആ ഫുഡിനെ കുറ്റം പറയാനും അനുമോളെ കുറ്റം പറയാനും ഇവർക്ക് വളരെയധികം നാവായിരുന്നു. ഇപ്പോ വെറും 9 പേർക്ക് കുക്ക് ചെയ്യാനായിട്ട് ഈ 3 പേര് നിന്നിട്ട് ഇവരെ കൊണ്ട് പറ്റുന്നില്ല. പറ്റാത്ത പണിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, പറ്റുന്നവരെ അത് ഏൽപ്പിക്കണം. ഇതിട്ട് ഏൽപ്പിക്കുകയില്ല, അന്ന് അവർക്ക് മര്യാദയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കൂല. എന്നിട്ട് പറയുന്നതാണ്, സൗകര്യമില്ല എനിക്ക് ഉണ്ടാക്കി തരാനായിട്ട്, പറ്റുന്നത് തിന്നിട്ട് പോടാന്ന്. ഈ വർത്തമാനാണോ പറയേണ്ടത്? നെവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും വാചകങ്ങളും വളരെയധികം മോശമായിട്ട് മാറുന്നുണ്ട്. അവിടെ ഭക്ഷണത്തെ കുറിച്ചാണ് ഇത്രയും മോശമായി സംസാരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ തിന്നാൽ മതി, ഇല്ലെങ്കിൽ തിന്നില്ലെങ്കിലും കുഴപ്പമില്ല, സൗകര്യം ഉണ്ടെങ്കിൽ തിന്നിട്ട് പോടാ, വേണമെങ്കിൽ തിന്നിട്ട് പോടാ എന്നൊക്കെയുള്ള വളരെ മോശമായിട്ടാണ് നെവിൻ എന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അക്ബറും അനുമോളും തമ്മിൽ വഴക്കിടുന്നുണ്ട്. അപ്പോഴും ചോദിക്കുന്നുണ്ട്, നീ എന്നെ കൈകൊണ്ട് ഉണ്ടാക്കിയ ദോശയല്ലടി തിന്നത്, നിനക്ക് നീ തിന്നില്ലേ ഞാൻ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ അടുത്തും അവിടെ അക്ബർ സംസാരിക്കുന്ന കേട്ട സമയത്ത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ടാണ് അക്ബർ ഇപ്പൊ എന്ത് വിഷയമായിക്കോട്ടെ, പക്ഷെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയ ദോശയല്ലടി നീ തിന്നത് എന്ന് ചോദിക്കുന്നതിൽ എന്ത് ഇതാണുള്ളത്? ആ ഭക്ഷണം കൊടുത്തിട്ട് അനുമോളുടെ ഭാഗത്തും ശരി, കുറെ കാര്യങ്ങളിൽ ഈ ഫുഡിന്റെ കാര്യത്തിൽ കിച്ചന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അത് അനുമോളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഫോൾട്ടാണ്. ഇപ്പൊ ഇവര് ചെയ്യുന്നത്
അതിലും വലിയ തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ പുതിയ പ്രമോ വന്നതനുസരിച്ച് നൂറയ്ക്ക് ഫുഡ് കൊടുക്കില്ല, നൂറ പണിയെടുത്തില്ലെങ്കിൽ നൂറയ്ക്ക് ഫുഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ കിച്ചൺ ക്യാപ്റ്റന്മാര് പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പരാജയമായിട്ടുള്ള 3 ക്യാപ്റ്റന്മാര്, അതും അവര് കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിടുന്നു, ഭക്ഷണം തരില്ല എന്ന് പറയുന്നു. അത്രയും പരാജയമായ 3 ക്യാപ്റ്റന്മാരും അവരുടെ ഗെയിമും വളരെയധികം ബോറായിട്ട് മാറുന്നുണ്ട് നെവിനും അക്ബറും ആര്യനും. അത് എന്താ പറയാ, ഒരു പരിധിയിൽ എല്ലാത്തിനും. ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് പറയുകയും ചെയ്യും, ഒക്കെ ചെയ്യാം. പക്ഷേ ഒരു പരിധിയുണ്ട് ചെയ്യുന്നതിന്, കാണിക്കുന്നതിന്, പറയുന്നതിന്. അതിന്റെ പരിധി വിട്ടിട്ടാണ് നെവിനും അക്ബറും ഒക്കെ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നെവിൻ അതിന്റെ മൂർധന്യ അവസ്ഥയിലെത്തി. ഇനി നെവിനെ അവിടുന്ന് ചവിട്ടി പുറത്താക്കാനുള്ള ഒരു ദേഷ്യം പ്രേക്ഷകർക്ക് വരുന്ന അവസ്ഥയിലേക്ക് നെവിൻ എത്തി എന്നാണ് എനിക്ക് തോന്നിയത്. അക്ബറും തൊട്ട് താഴെ നെവിനെ സപ്പോർട്ട് ചെയ്ത് അക്ബർ എത്രത്തോളം നിൽക്കുന്നോ അതും അക്ബറിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഈ ആഴ്ച ഇപ്പൊ ആര് പുറത്തു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നെവിനോ അക്ബറോ ഇവരിൽ ഒരാൾ പുറത്തു പോകാനുള്ള ചാൻസ് ആണ് ഇപ്പൊ കാണുന്നത്. അത്രയും പ്രേക്ഷകരെ ഇപ്പോൾ ഇവർ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നെവിനും അക്ബറും ചേർന്നിട്ട്. ഒരു ഭക്ഷണത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന രീതികളുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയത്. തിന്നിട്ട് പോടാന്നും നീ എന്റെ കൈ കൊണ്ടുണ്ടാക്കി ദോശ തിന്നില്ലേടി എന്നൊക്കെ ചോദിക്കുന്ന ഒരു സംസാര രീതി ഉണ്ടല്ലോ, അത് നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോ അനുമോൾ PR ആയിട്ട് നിൽക്കുന്ന നിവിൻ ഈ ആഴ്ച ഇനി പുറത്തു പോയി കഴിഞ്ഞാൽ അനുമോളുടെ PR പോയല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമാണ് നമുക്ക് കാണുന്ന സമയത്ത് തോന്നുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നെവിൻ ഇപ്പൊ വെറുപ്പിച്ചു കഴിഞ്ഞു. ആദ്യം കോമഡിയായും രസകരമായും ഒക്കെ ചെയ്തിരുന്ന നെവിനാണ് ഇപ്പോൾ പ്രേക്ഷകരെ അങ്ങേയറ്റം വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അനുമോൾക്ക് ഗുണമേ ഉണ്ടാക്കൂ. അവിടെ നിന്നിട്ട് അനുമോളുടെ കുറ്റങ്ങൾ വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ അനുമോൾ ഇങ്ങനെയുള്ള ആളാണെന്ന് പറയുന്നു, സദാചാരവാദിയാണ്, പൊതുപ്പിന്റെ കാര്യം പറയുന്നു, ഇതൊക്കെ പറഞ്ഞിട്ട് നെവിൻ എന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടോപ്പിക് അത്രയും അനാവശ്യമായ ഒരു കാര്യം നെവിൻ അവിടെ ചെയ്തിട്ട് അതിന് അനുമോളുടെ പല കാര്യങ്ങളും നെഗറ്റീവ്സും അവിടെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ അവസാന നിമിഷത്തിൽ അനുമോളുടെ കൂടെ നിൽക്കുന്നവർ അനുമോൾ ഒട്ടും വിട്ടുപോയില്ല. പക്ഷെ നെവിന്റെ ഈ ക്യാരക്ടർ പ്രേക്ഷകർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പ്രേക്ഷകർ നെവിനെ തൂക്കിയെടുത്ത് വെളിയിലെറിയും. അല്ലാന്നുണ്ടെങ്കിൽ നെവിനെ നെഗറ്റീവ് ആവുകയും അത് ആ നെഗറ്റീവ്, നെവിന് കിട്ടുന്ന നെഗറ്റീവ് അത് അനുമോൾക്ക് പോസിറ്റീവായിട്ട് ഗുണം ചെയ്യുമെന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ നടന്ന സംഭവവികാസങ്ങൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു, നെവിനെയാണോ അനുമോളെയാണോ, എന്തൊക്കെയാണ് എന്നുള്ളത് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്.